വാഹന അപകടങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഹിറ്റ് ആൻഡ് റൺ നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി ട്രക്ക് ഡ്രൈവർമാർ നടത്തുന്ന സമരത്തെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. നിയമം ബാധിക്കുന്ന വിഭാഗവുമായി ചർച്ച ചെയ്യാതെയും പ്രതിപക്ഷവുമായി സംസാരിക്കാതെയും നിയമങ്ങൾ ഉണ്ടാക്കണമെന്ന പിടിവാശി ജനാധിപത്യത്തിൻ്റെ ആത്മാവിന് നേരെയുള്ള തുടർച്ചയായ ആക്രമണമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായ ഡ്രൈവർമാർക്കെതിരെ ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാവുന്ന നിയമം പാർലമെന്റിൽ ചക്രവർത്തി കൊണ്ടുവന്നത് 150-ലധികം പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്ത ശേഷമാണ്. പരിമിത വരുമാനമുള്ള കഠിനാധ്വാനികളായ വർഗത്തെ കടുത്ത നിയമത്തിൻ്റെ തീച്ചൂളയിലേക്ക് വലിച്ചെറിയുന്നത് അവരുടെ ജീവിതത്തെ മോശമായി ബാധിക്കും. കൂടാതെ ഈ നിയമത്തിൻ്റെ ദുരുപയോഗം സംഘടിത അഴിമതിക്കൊപ്പം പിടിച്ചെടുക്കൽ സംവിധാനങ്ങളിലേക്കും നയിച്ചേക്കാം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ചാട്ടവാറുകൊണ്ട് ജനാധിപത്യം നടത്തുന്ന സർക്കാർ ചക്രവർത്തിയുടെ ഉത്തരവുകളും നീതിയും തമ്മിലുള്ള വ്യത്യാസം മറന്നു. രാഹുൽ ഗാന്ധി എക്സിൽ ഇങ്ങനെ കുറിച്ചു: വാഹനം അപകടത്തിൽപ്പെട്ടാൽ അധികൃതരെ അറിയിക്കാതെ ഓടി രക്ഷപ്പെടുന്ന ഡ്രൈവർമാർക്ക് 10 വർഷം തടവും 7 ലക്ഷം പിഴയും ചുമത്തുമെന്നതാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരം കൊണ്ടുവന്ന ഭാരതീയ ന്യായ സംഹിതയിലുള്ള പുതിയ ഹിറ്റ് ആൻഡ് റൺ നിയമം. ഡ്രൈവർമാരുടെ അശ്രദ്ധ കൊണ്ട് മരണം സംഭവിച്ചാൽ 5 വർഷം തടവും പിഴയുമാണ് പുതിയ വ്യവസ്ഥ. നേരത്തെ IPC 304A വകുപ്പ് പ്രകാരം വാഹനം ഇടിച്ച ശേഷം നിർത്താതെ പോയാൽ പരമാവധി 2 വർഷമാണ് ശിക്ഷ. അപകടമുണ്ടായാൽ നാട്ടുകാർ വലിയ വാഹനങ്ങളിലെ ഡ്രൈവർമാരെ മർദ്ദിക്കുന്നത് പതിവാണെന്നും അതുകൊണ്ടാണ് ഓടി രക്ഷപ്പെടുന്നതെന്നും ഡ്രൈവർമാരുടെ സംഘടനാ നേതാക്കൾ വ്യക്തമാക്കുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 3 ദിവസം നീളുന്ന സമരം തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ടാങ്കർ ലോറി ഡ്രൈവർമാരും സമരം തുടങ്ങിയിട്ടുണ്ട്. ബീഹാർ, പഞ്ചാബ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ സമരം പൂർണ്ണമാണ്. ഈ ഭാഗങ്ങളിൽ റോഡ് മാർഗമുള്ള ചരക്ക് നീക്കം ഏറെക്കുറെ നിലച്ചു. ഇന്ധന ടാങ്കർ ലോറികളും സമരത്തിൻ്റെ ഭാഗമായതോടെ പെട്രോൾ പമ്പുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്.